സ്വപ്നതീരത്ത് കപ്പലടുത്തു. കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്ത്. സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഇപ്പോൾ കപ്പലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോ കപ്പലിന്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗിക വരവേൽപ്പ് നൽകുക. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും. കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും ഉള്ളത്. വി വിനോദ് ചേരുന്നു വിഴിഞ്ഞത്തു നിന്നും. വിനോദ്, അങ്ങനെ കപ്പൽ അടുത്തിരിക്കുന്നു. കപ്പലിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ അവിടെ എങ്ങനെയാണ്? എപ്പോഴാണ് കപ്പൽ കരയിൽ തീരത്തേക്ക് എത്തുക? അശ്വതി, ടഗുകളുടെ സഹായത്തോടെ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂറ്റൻ വടം കപ്പലുമായി ബന്ധിച്ച് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുക, അതോടൊപ്പം തന്നെ ടഗുകളുടെ സഹായത്തോടുകൂടി തീരത്തേക്ക് അടുപ്പിക്കുക, ഇതാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ. അതിനുശേഷമാണ് കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇവിടെ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും അതോടൊപ്പം തന്നെ 28 യാർഡ് ക്രെയിനുകളുമാണുള്ളത്. ഈ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് പിന്നീടുള്ള ട്രാൻസ്ഷിപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. പക്ഷേ ഇപ്പോൾ റോഡ് മാർഗമുള്ള ട്രാൻസ്ഷിപ്മെന്റ് അല്ല കൂടുതലായി ആലോചിക്കുന്നത്, മറിച്ച് ഇവിടെ ഇറക്കുന്ന ഈ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിലാക്കി മറ്റ് തീരങ്ങളിലേക്ക് കൊണ്ടുപോകുക. അതായത് ഇന്ത്യയുടെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളിലേക്കുമുള്ള കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ചെറു കപ്പലുകളിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു മദർഷിപ്പ് അങ്ങനെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അത് ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ഇന്ത്യയുടെ തീരത്ത് ഏറ്റവും സ്വാഭാവികമായ ആഴത്തോടുകൂടിയുള്ള ഒരു കടൽ പ്രദേശം, അവിടെ 20 മീറ്ററിലധികം ആഴം, ഡ്രഡ്ജിംഗ് പോലും ആവശ്യമില്ലാത്ത ഒരു ഇടം, അവിടേക്ക് ഒരു മദർഷിപ്പ് എത്തുന്നു. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇനി ഈ കണ്ടെയ്നറുകൾ ഇറക്കുക എന്ന നടപടിക്രമമാണ്. അടുത്ത ദിവസമാണ് ഈ ഔദ്യോഗികമായി കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങ്. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കും. കേന്ദ്ര മന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിനായി എത്തുകയും ചെയ്യും. ഇതിന്റെ ഈ കണ്ടെയ്നറുകൾ ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകളാണ് ഇത് ഇവിടെ ഇറക്കുക. 30,000 കണ്ടെയ്നറുകൾ ഇവിടെ സൂക്ഷിക്കാനുള്ള ഒരു ശേഷി ഈ തുറമുഖത്തിനുണ്ട്. പക്ഷേ ഇപ്പോൾ 2000-ഓളം കണ്ടെയ്നറുകളാണ് എത്തുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ചൈനയിൽ നിന്ന് യാത്ര തുടങ്ങി ഇവിടെ ഈ തീരത്തെത്തി. നാളെ വൈകിട്ടോടുകൂടി ഈ കണ്ടെയ്നറുകളെല്ലാം ഇറക്കി ഇതിന്റെ ദൌത്യം പൂർത്തിയാക്കി നാളെ വൈകിട്ടോടുകൂടി തീരം വിടും. ആ തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ മുറയ്ക്ക് ഇതിന്റെ ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ. ഇത് ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് ഇവിടേക്ക് എത്തുന്നത്. 1ാമത്തെ കമ്പനിയായ MSC ഉൾപ്പെടെ അദാനി ഗ്രൂപ്പുമായി ഇതിനകം ധാരണയിലായിട്ടുണ്ട്. ഏതാണ്ട് ചരക്ക് കപ്പലുകളുടെ എണ്ണം 800-നടുത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ എണ്ണം 800-നടുത്താണ്. ഈ കപ്പലുകളെല്ലാം തന്നെ, ഈ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ ഇതിനകം ഈ അദാനി ഗ്രൂപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള താൽപര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ രാജ്യങ്ങളുമായുമുള്ള ഒരു ബന്ധം, അങ്ങനെയുള്ള അവരുമായുള്ള ഈ ബന്ധത്തിന്റെ, വാണിജ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്കം, അതിനുള്ളൊരു ഇടമായി മാറാൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം 8500 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ചെലവ് ആ നിലയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. 6000 കോടി രൂപ പ്രതീക്ഷിച്ച് തുടങ്ങിയ പ്രവൃത്തികളാണ്. ആദ്യത്തെ ഈ പ്രവൃത്തി തുടങ്ങിയ 5 വർഷം നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് പല കാരണങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, പ്രളയം, കോവിഡ് വന്നത്, അതോടൊപ്പം തന്നെ ഓഖിയുടെ സാഹചര്യം, ഇതെല്ലാം തന്നെ നമുക്കറിയാം. അങ്ങനെ പല ഘട്ടങ്ങളിലായി
നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ഈ വർഷം ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുമ്പോൾ രണ്ടാം ഘട്ടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ കൂടി ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ വർഷം തന്നെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 9,000 കോടി രൂപയിലധികമാണ് രണ്ടാം ഘട്ട പ്രവൃത്തിയുടെ ചെലവായി പ്രതീക്ഷിക്കുന്നത്. ഇതിനകം അദാനി കമ്പനി ചെലവിട്ടത് 2,468 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള 5,000 കോടി രൂപ അത് ഉടനെ ചെലവിടേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കടൽമാർഗമാണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതെങ്കിലും ഇനിയുള്ള സാഹചര്യത്തിൽ അത് റെയിൽ ഗതാഗതം അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതം ഈ രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. വിഴിഞ്ഞത്തെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിച്ചാണ് പുതുതായി ഒരു റെയിൽവേ ലൈൻ വരുന്നത്. അത് ഭൂഗർഭ റെയിൽവേ ലൈനാണ്. ഏതാണ്ട് 11 കിലോമീറ്ററോളം ആണ് ഇതിന്റെ ദൈർഘ്യം വരുന്നത്. ഇതിൽ 9 കിലോമീറ്ററിലധികം വരുന്ന ദൂരം കടന്നു പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. അതിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചൊന്ന് വൈകുകയാണ്. എങ്കിൽ തന്നെയും ആ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ അനുബന്ധ കാര്യങ്ങൾ റോഡ് റെയിൽ വികസനങ്ങളുടെ കാര്യങ്ങൾ അത് പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ സാൻ ഫെർണാണ്ടോയുടെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യമായി വിഴിഞ്ഞം തീരത്ത് അടുക്കുന്ന കപ്പലാണ്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത്. ഏറ്റവും പ്രൗഢമായ ഒരു സ്വീകരണം തന്നെയാണ് കപ്പലിന് നൽകിയത്. മാത്രവുമല്ല 28 അംഗ ക്രൂ ആണ് ഈ കപ്പലിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് റഷ്യക്കാരനായ ക്യാപ്റ്റനാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. അതേസമയം അതിൽ മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 28 അംഗ സംഘത്തിൽ 5 ഇന്ത്യക്കാരുണ്ട്. 5 ഇന്ത്യക്കാരിൽ ഒരാൾ മലയാളിയാണ് എന്ന കാര്യം ഈ ടഗുകൾ നിയന്ത്രിക്കുന്ന സംഘത്തിലും മലയാളികളുണ്ട് എന്ന കാര്യമാണ്. അതായത് മലയാളി സാന്നിധ്യം കപ്പലിലും ടഗുകളിലുമായുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഒരു കയ്യൊപ്പ് കൂടി ആദ്യത്തെ കപ്പൽ അടുക്കുമ്പോൾ ആ പ്രവൃത്തികളിൽ കൂടി കേരളത്തിന്റെ കയ്യൊപ്പ് നമ്മുടെ പ്രിയപ്പെട്ടവർ ആ കപ്പലിലും ടഗുകളിലുമായി ഉണ്ട് എന്ന ഒരു സന്തോഷം ആ കാര്യം കൂടി നമ്മൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ കൂടി, അതായത് നാളത്തെ ഔദ്യോഗിക ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നില്ല. ഇത് വലിയ വിവാദമായിരുന്നു. ആരാണ് വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ അതിന്റെ രക്ഷിതാവ് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ച, ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം പദ്ധതി എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചർച്ച വന്നിരുന്നു. ഇത് ഇടത് സർക്കാർ പല ഇടത് മുഖ്യമന്ത്രിമാർ അവർ പല കാലങ്ങളിലായി നടത്തിയ പ്രവൃത്തി അതിന്റെ ഒരു പൂർത്തീകരണമാണെന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇതിന് തുടക്കമിട്ടത്. അദാനിയുമായുള്ള കരാറിലേക്ക് പോയത് ഉമ്മൻചാണ്ടിയാണ്. UDFന്റെ ഒരു ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായതിന് പിന്നിലെന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുമ്പോൾ തന്നെ ലത്തീൻ സഭയുടെ പ്രതിനിധികളും നാളത്തെ ഈ ഔദ്യോഗിക ഉദ്ഘാടന അല്ലെങ്കിൽ ഈ കപ്പലിന് കൊടുക്കുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ 140 ദിവസത്തോളം നീണ്ട ഒരു സമരം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സമരം അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ച, ഈ സമയം, അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. വിഴിഞ്ഞത്തിന്റെ മുഖം മാറുന്നു എന്ന് നമ്മൾ കുറെ കാലങ്ങളായി പറയുന്നു. ആ മുഖം ഏറ്റവും മനോഹരമായി കാണുന്ന ദിവസമാണിന്ന്. വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പലെത്തുന്നു. അതും ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാന നിമിഷം. വിഴിഞ്ഞത്തുകാരെ സംബന്ധിച്ച് അവർക്കൊരു ഉത്സവ ലഹരിയായിരിക്കുമല്ലോ. ഏത് രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം? ഈ കപ്പൽ കാണാനും അതിനെ സ്വീകരിക്കാനും ഒക്കെ ആളുകൾ അവിടെ ഉണ്ടോ? എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? ചേട്ടാ, ഈ കപ്പൽ അടുക്കുമ്പോൾ എന്താണ് വലിയ സന്തോഷം തന്നെയാണ്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ്. അതായത് നമ്മുടെ നാട്ടിന് വരുന്ന ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. മാത്രമല്ല ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതയും ഇവിടെ ഉണ്ട്. മനസ്സിലായില്ല, അത് എല്ലാ ജാതി വിഭാഗത്തിലുള്ള എല്ലാവർക്കും അതൊരു നല്ല സ്വീകാര്യമായിട്ടാണ് തോന്നുന്നത്. അത് മാത്രമല്ല പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത് ജോലി സാധ്യത. ഒരുപാട് യുവാക്കൾക്കും ഈ പ്രദേശവാസികൾക്കൊക്കെ ജോലി കിട്ടും, അങ്ങനെ ഉറപ്പുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള യുവാക്കൾക്കും യുവതികൾക്കും ജോലി സാധ്യത കിട്ടുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ കേരളത്തിന്റെ ചരിത്രം തന്നെ, വാണിജ്യ ചരിത്രം തന്നെ വിഴിഞ്ഞത്തിന് മുമ്പും വിഴിഞ്ഞത്തിന് ശേഷവും ഈ തുറമുഖത്തിന് മുമ്പും ശേഷവും എന്ന് വേർതിരിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് വരുന്ന രാജ്യത്തിനാണ് ഗുണം ചെയ്യുന്നത്. കേരളത്തിന് അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ.
ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു മോളെ, വളരെ സന്തോഷമുണ്ടോ? വളരെ സന്തോഷമുണ്ട്. കപ്പല് കാണാൻ വേണ്ടി വന്നതാണോ? സ്കൂളിൽ പോകാണ്ട് നിന്ന് ബസ് വരെ താമസിക്കുന്ന അറിഞ്ഞാൽ പിന്നെ കാണാൻ വന്നത്. ഒരുപാട് പേർക്ക് ജോലി കിട്ടും, നമുക്ക് ഒരുപാട് കാശ് വരും ഈ ബിസിനസ് ഒക്കെ നടക്കുമ്പോഴെന്നാ പറയുന്നത്. എന്തോ വിചാരിക്കുന്നു? കുഴപ്പമില്ല, സന്തോഷമാണ് എന്തായാലും കപ്പൽ വന്നതൊക്കെ. വളരെ സന്തോഷമുണ്ട്. തുറമുഖം വന്നതില് സന്തോഷമാണ്. ഉണ്ട്. നമുക്ക് പല പ്രായത്തിലുള്ള ആളുകൾ അവർ സ്കൂളിൽ പോകാനുള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂൾ വാഹനം വൈകിയതുകൊണ്ട് കപ്പൽ കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയതാണ്. എന്ന് പറയുന്നത് കേട്ടോ, നമുക്കിങ്ങനെ ഒരു വലിയ പദ്ധതി നടപ്പാകുമ്പോൾ നല്ല കാര്യം. ഒരുപാട് നമുക്ക് വരുമാനം ഉണ്ടാകുന്നു. രാജ്യത്തിന് തന്നെ ഭയങ്കര വരുമാനം കിട്ടുന്ന ഒരു സംഭവമല്ലേ. യുവാക്കൾക്ക് തൊഴിൽ കിട്ടും, ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. നല്ല ഇതാണ്. ഈ പ്രദേശത്തുള്ള മൊത്തം ആൾക്കാർക്ക് നല്ല ജോലി, സെക്യൂരിറ്റി ആയിട്ടും അല്ലാതെയും നല്ല ജോലി ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരിതാണ്. എന്ന് പറയുന്ന ഈ തുറമുഖം വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നമ്മളെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാന പദ്ധതിയാണ്. ഞങ്ങൾ കാത്തിരുന്നത്. ഞാൻ തന്നെ ഇന്നലെ രാവിലെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത് ഇത് കാണാൻ വേണ്ടി. ഞങ്ങളൊരു അഭിമാന പദ്ധതിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയ വികസനം എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ഒരുപാട് പേര് സ്ഥലങ്ങൾ അന്വേഷിച്ച് വരികയാണ്, സ്ഥലങ്ങൾ വാങ്ങാൻ വേണ്ടി. അങ്ങനെ നമുക്കിപ്പം വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കുള്ള വസ്തുക്കൾ തന്നെ നമ്മൾ വിചാരിക്കാത്ത വിലയ്ക്കാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒരു നല്ല ഇതല്ലേ. മാത്രമല്ല ചേട്ടന്റെയൊക്കെ ഒരു കുട്ടിക്കാലം മുതലേ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടാവും, വരുമെന്ന്. അങ്ങനെയാണോ? അതിപ്പം യാഥാർത്ഥ്യം ആകുമെന്നുള്ള ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കുറെ കാലം ചർച്ച നടന്നു. അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യമുണ്ട്, അവരുടെ തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ടാണ്. അതൊക്കെ സർക്കാരുകൾ ഒന്നുകൂടി സംരക്ഷിക്കാനുള്ള കുറച്ചുകൂടെ ഊർജിതമായ നടപടി, വികസനവും വേണം, ആളുകളെ സംരക്ഷിക്കാൻ വേണം. അങ്ങനെ ഒരു നിലപാടുണ്ടോ? സംരക്ഷിക്കേണ്ടതാണ്. കാരണം ഇവിടെ ഒരുപാട് പേര് കണ്ടില്ല, എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ചിപ്പി എടുത്ത് കഴിയുന്നവർ ഇപ്പോൾ അവർക്ക് തൊഴിലില്ല. അവർക്കൊരു നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൂടാ, എന്നാലും സംരക്ഷിക്കണം. അത് തന്നെ അതിപ്പോ ഒരു പൊതുവികാരമാണ്. അശ്വതി, നമ്മളത് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പൊതുവിൽ പറയുന്നത്, കാരണം വികസനം അത് വരേണ്ടത് തന്നെയാണ്, നാടിനാവശ്യമാണ്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക്, അവിടുത്തെ പ്രദേശവാസികൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടമുണ്ട്, അവരുടെ വാസസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, തീരശോഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരുകൾ ഊർജിതമായ നടപടി സ്വീകരിക്കണമെന്നാണ്. നമുക്കൊന്നുകൂടി ഈ കപ്പലിന്റെ ദൃശ്യത്തിലേക്ക് പോകാം. നമ്മൾ ആദ്യം കണ്ടതാണ്, അതായത് ഈ ബ്രേക്ക് വാട്ടറിനുള്ളിലേക്ക്, ഈ പുലിമുട്ടിനുള്ളിലേക്ക് കപ്പൽ കയറുമ്പോൾ അതിന്റെ മുൻവശമാണ് അത് നമുക്ക് അഭിമുഖമായി വന്നത്. അതായത് അത് യാത്ര ചെയ്ത് ഈ പുലിമുട്ടിനുള്ളിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ച. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കപ്പൽ എതിർദിശയിലേക്ക് കപ്പലിനെ തിരിച്ചു നിർത്തിയിരിക്കുകയാണ്. അതായത് അത് വന്നതിന് മറുവശത്തേക്ക്, അതായത് തിരികെ പോകുന്നതിന് പാകമായി ആ കപ്പലിന്റെ മുൻവശം ഈ ബ്രേക്ക് വാട്ടറിന്റെ കവാടത്തിന് അഭിമുഖമായി മാറ്റി നിർത്തിയിരിക്കുന്നു. അതായത് ഈ കണ്ടെയ്നർ നീക്കം കഴിഞ്ഞ് വളരെ സുഗമമായി തന്നെ കപ്പലിന് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഇനിയും ഈ കപ്പലിന്റെ ഇങ്ങനെ കിടക്കുന്ന ഘടനയിൽ മാറ്റമുണ്ടാകുമോ എന്ന് അറിയില്ല. അതെല്ലാം അവർ സാങ്കേതികമായി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് വലിയൊരു ക്രൂ ഉണ്ട്, കപ്പലിനുള്ളിലെ ക്രൂ ഉണ്ട്. ഈ ടഗുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴും കാണാം, കപ്പലിനോട് ചേർത്ത് തന്നെ ടഗുകളുണ്ട്. ഇത് തള്ളി നീക്കി വടം കൊണ്ടും ഈ ടഗുകളുടെ സമ്മർദ്ദം കൊണ്ടും ഒക്കെയുമാണ് ഈ ബർത്തിലേക്ക് കപ്പലിനെ അടുപ്പിക്കുന്നത്. അത്തരം പ്രവൃത്തികളാണ്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫ്രെയിമിൽ ഒരു വശത്ത് കാണുന്നത് ക്രെയിനുകളാണ്. 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളാണ്. ഈ ക്രെയിനുകളുടെ അടുത്തേക്കാണ് കപ്പലിനെ നീക്കി നിർത്തുന്നത്. ആ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് ആദ്യം കണ്ടെയ്നർ ഈ ബർത്തിലേക്ക് അല്ലെങ്കിൽ ഈ തീരത്തേക്ക് എടുത്ത് വെക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ആദ്യം അവിടെ നിന്ന് എടുക്കുകയും പിന്നീട് ട്രെയിലറുകളിലൂടെ ഈ യാർഡ് ക്രെയിനുകളിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക്, അതായത് അവിടെ വരുന്ന വാഹനങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ സൂക്ഷിക്കേണ്ട സ്ഥലത്തേക്കോ മാറ്റിവെക്കുന്നത് ഈ യാർഡ് ക്രെയിനുകളിലൂടെയാണ്. അങ്ങനെ വിപുലമായ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത്. ക്രെയിനുകളുടെ സംവിധാനത്തോടെ, സഹായത്തോടെ, മറ്റ് സാങ്കേതിക സഹായത്തോടുകൂടി ഈ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്ന പ്രവൃത്തികൾ ഏതാണ്ട് ഒരു വർഷം, ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നറുകളുടെ ട്രാൻസ്ഷിപ്മെന്റ്, അതായത് ഇവിടെ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 10 ലക്ഷം എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ ആദ്യം 12 കോടി രൂപ സർക്കാരിന് വരുമാനം, സംസ്ഥാന സർക്കാരിനും, പിന്നീട് തൊട്ടടുത്ത വർഷം അത്
35 കോടിയിലേക്കും തൊട്ടടുത്ത വർഷം 40 കോടിയിലേക്കും ഉയരുന്ന തരത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ വരുമാനം സംസ്ഥാനത്തിന് ലഭിക്കും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ആ തരത്തിലുള്ള വരുമാനം ലഭിക്കും. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അത് 9,000 കോടിയിലധികം രൂപയാണ് ഇതിന് നിക്ഷേപമായി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3,000 കോടി തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യവസായം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒറ്റഘട്ടത്തിൽ 3,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നത്. അത് വിഴിഞ്ഞത്താണ് ഇപ്പോൾ അങ്ങനെ ഏറ്റവും വലിയൊരു തുകയുടെ നിക്ഷേപം വരുന്നത്. 5 വർഷത്തെ കാലതാമസം ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് വേണ്ടി വന്നെങ്കിലും അടുത്ത രണ്ടാം ഘട്ടം ഈ വർഷം തന്നെ ആരംഭിച്ച് നേരത്തെ നിശ്ചയിച്ചതിലും 2 വർഷം മുൻപ്, അതായത് 2028 രണ്ടാം ഘട്ടം പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. 2 വർഷം മുൻപ് തന്നെ ആ പദ്ധതികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ നിർമ്മാണം തീർക്കാൻ കഴിഞ്ഞാൽ 40 വർഷമാണ് ഇതിന്റെ പരിപാലന ചുമതല അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥാവകാശം കൈകാര്യം ചെയ്യാനുള്ള അനുമതി അദാനി ഗ്രൂപ്പിനുള്ളത്. ആ 40 വർഷം എന്നത് 45 വർഷത്തിലേക്ക് ഉയരും. 2 വർഷം നേരത്തെ പണികൾ പൂർത്തിയാക്കിയാൽ 45 വർഷം തുറമുഖം കൈയിൽ വയ്ക്കാൻ അദാനി ഗ്രൂപ്പിന് കഴിയുന്ന ഒരു നിലയുണ്ടാകും. അപ്പോഴും ഇതിന്റെ ചെലവ് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇതുവരെ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതിന്റെ തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ചില്ല എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ആ നിലയ്ക്ക് ആർബിട്രേഷൻ നടക്കുന്നുണ്ട്. വയബിലിറ്റി യുമായി ബന്ധപ്പെട്ട ഫണ്ട് നിൽക്കുന്നുണ്ട്. അത് ഈ പ്രവർത്തനം തുടങ്ങുന്നതുവരെ സഹായമായി ലഭിക്കേണ്ട തുകയാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് വൈകാതെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ്. ആ നിലയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പ് ഈ PPP മോഡലിലുള്ള ഒരു പ്രോജക്റ്റായി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ തുകയുടെ കാര്യത്തിൽ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി ഇത് കൃത്യമായി ഇതിന്റെ ഒരു വിനിയോഗവും എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഉണ്ടായാൽ വളരെ വേഗത്തിൽ തന്നെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിയും. രണ്ടാം ഘട്ടത്തിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. ഇപ്പോഴുള്ള പുലിമുട്ടിന്റെ നീളം 3 കിലോമീറ്ററാണ്. അതായത് ഈ പാറക്കല്ലുകൾ നിരത്തി കടലിന്റെ തിരയടി ഈ ബർത്തിലേക്ക് വരാതെ സംരക്ഷിച്ച് നിർത്തുന്ന സംരക്ഷണ ഭിത്തിയാണ് നമ്മൾ പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് വാട്ടറാണ് ഈ കരിങ്കല്ലടുക്കി നീളത്തിൽ കാണുന്ന ദൃശ്യം. നമുക്കിത് കാണാം. അത് ഇങ്ങനെ കപ്പലിന് മുന്നിലൂടെ കാണുന്ന ഈ ബ്രേക്ക് വാട്ടർ അല്ലെങ്കിൽ കരിങ്കല്ല് നിരത്തി പോകുന്ന ഇത് ഒരു ഭാഗം കഴിയുമ്പോൾ ഒരു കർവായി ഒരു വളവായി ഈ ബർത്തിന് അഭിമുഖമായി പോകുന്നു. അതായത് തിര ശക്തമായി കടൽ തീരത്തേക്ക് വരാതെ കപ്പലുകൾ നിൽക്കുമ്പോൾ കപ്പലുകൾക്ക് മറ്റ് കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിൽ തിരയെ തടയുന്നതിന് വേണ്ടിയാണ് ഈ പുലിമുട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിന് 3 കിലോമീറ്ററാണ് നീളമുള്ളത്. രണ്ടാം ഘട്ടമാകുമ്പോൾ അത് 4 കിലോമീറ്ററായി വർദ്ധിക്കും. ഇപ്പോൾ ബർത്തിന്റെ നീളം 800 മീറ്ററാണ്. അതായത് 2 മദർഷിപ്പുകൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീളമാണ് ബർത്തിനുള്ളത്, ദൈർഘ്യമാണ് ബർത്തിനുള്ളത്. ഇത് 2 കിലോമീറ്റർ എന്ന നിലയിലേക്ക് മാറും. അതായത് 4 കപ്പലുകളോ അതിനപ്പുറത്തേക്കോ കപ്പലുകൾക്ക് നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് ബർത്തിന്റെ നീളം മാറും. അപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവരാനും ഇറക്കാനും കഴിയും. ഒരേ സമയം 30,000 കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള കപ്പലിൽ നിന്ന് 2,000 കണ്ടെയ്നറുകൾ 2,000-ൽ താഴെ കണ്ടെയ്നറുകളാണ് ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല സ്വകാര്യ വ്യക്തികൾ ഇവിടെ പലയിടങ്ങളിലായി ഈ വെയർഹൌസുകൾ നിർമ്മിക്കാനുള്ള പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടല്ലാതെ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സംരംഭകർ, സ്വകാര്യ വ്യവസായികൾ അവർ ഇവിടെ പലയിടങ്ങളിലായി ഇപ്പോൾ വെയർഹൌസുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പല കമ്പനികളിലും അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനാവശ്യമായ വെയർഹൌസുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വെയർഹൌസുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആളുകൾ അതൊരു നിക്ഷേപ സാധ്യതയായി കണ്ട് പല വ്യവസായികളും ഇവിടെ വെയർഹൌസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ നേരിട്ടും പരോക്ഷവുമായി നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതുവരെ തിരുവനന്തപുരം നഗരം, അത് തിരുവനന്തപുരം തലസ്ഥാനം എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഒരുപക്ഷെ ഇനി തുറമുഖ നഗരം എന്ന് അറിയപ്പെടും. പലരും പ്രവചിക്കുന്നത് ആ നിലയ്ക്ക് തന്നെയാണ്. വലിയ വ്യവസായം നടക്കുന്ന, വലിയ കണ്ടെയ്നറുകളുടെ നീക്കം നടക്കുന്ന, കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ വരുന്ന വാണിജ്യ ഇടപാടുകൾ നടക്കുന്ന, ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മേഖലയായി തിരുവനന്തപുരം മാറുന്നു. അത് തലസ്ഥാന ജില്ല ഒരുപക്ഷെ തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെ പറയാം. ഏതായിരുന്നാലും കേരളത്തിന് അഭിമാനമായി, രാജ്യത്തിന് അഭിമാനമായി വാണിജ്യ സാധ്യതകൾ വളരെയധികം തുറന്നിട്ടുകൊണ്ട് ആദ്യത്തെ മദർഷിപ്പ് വിഴിഞ്ഞത്ത് തീരമണഞ്ഞിരിക്കുന്നു. അശ്വതി, അതാണ് വലിയ ആവേശത്തിലാണ്. ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം അത് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കപ്പൽ തീരത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ കപ്പലിനെ
വലിയ ആവേശത്തോടെ വരവേറ്റിരിക്കുകയാണ് വിഴിഞ്ഞം. ഔദ്യോഗികമായ വരവേൽപ്പ് അത് നാളെയാണ്. വിനോദ്, എപ്പോഴും കപ്പലും കടലും ഒക്കെ നമുക്ക് വലിയ കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് കപ്പൽ ഇനി ആ ക്രെയിനുകൾക്കടുത്തേക്ക് നീങ്ങും. അതിനുശേഷം കണ്ടെയ്നറുകൾ ഇന്ന് തന്നെ പൂർണ്ണതോതിൽ ആ ചരക്ക് നീക്കം അവിടെ സാധ്യമാകുമോ? ഇന്ന് തന്നെ ആ കപ്പലിലുള്ള മുഴുവൻ കണ്ടെയ്നറുകളും തീരത്തേക്ക് മാറ്റുമോ? അതിനുള്ള ആ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുമോ? ഈ വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഒരു കൗതുക കാഴ്ചയാണല്ലോ അതൊക്കെ കാണാനായാണ് അവിടെ ആളുകൾ വന്ന് നിൽക്കുന്നതും. നേരത്തെ അവിടെ നമ്മളോട് സംസാരിച്ച അദ്ദേഹമൊക്കെ പറഞ്ഞതുപോലെ എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നും ഈ ഒരു കാഴ്ച കാണാനായി അങ്ങോട്ടേക്ക് എത്തിയവരുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അശ്വതി, ഇപ്പോൾ 2000-ഓളം കണ്ടെയ്നറുകൾ, ഒരുപക്ഷെ 2000-ൽ താഴെ കണ്ടെയ്നറുകളായിരിക്കും ഇറക്കുക. അത് നാളെ വൈകിട്ട് വരെയാണ് കപ്പൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തുടരുക. നാളെ വൈകിട്ടോടുകൂടി വീണ്ടും ഈ കണ്ടെയ്നറുകൾ ഇറക്കിയുള്ള യാത്ര തുടരും. ഇന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കും എന്ന് തന്നെയാണ് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്നും നാളെയുമായിട്ടായിരിക്കും പൂർണ്ണതോതിൽ കണ്ടെയ്നറുകൾ ഇറക്കുക. ഏതായിരുന്നാലും പ്രതീക്ഷിച്ചതുപോലെ കൃത്യമായ തീയതിയിൽ തന്നെ ഈ ആദ്യത്തെ മദർഷിപ്പ് എത്തുന്നു. അതിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് നടക്കുന്നത്. ട്രയൽ റണ്ണാണ് ഇന്നത്തേത്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇടയ്ക്ക് ഒരു കാലതാമസം ഉണ്ടായെങ്കിലും, ചില വർഷങ്ങളുടെ കാലതാമസം നിർമ്മാണത്തിൽ അതിൽ ഒരു കാലതാമസവും വൈകല്യം ഉണ്ടായെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വീണ്ടും ഒരു നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും തുടങ്ങുമ്പോൾ വളരെ വേഗത്തിലായിരുന്നു എന്ന് പറയാതെ തരമില്ല. അതിനൊരു സർക്കാരിന്റെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഈ പാറക്കല്ലുകൾ ഉൾപ്പെടെ എത്തിച്ച് പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക, ബെർത്തിന്റെ നിർമ്മാണം, ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ എന്താണ് മനസ്സിൽ? വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുന്നത് കേരളത്തിന്റെ ജീവിത നിലവാരം വരെ വളരെ ഉയർന്ന രീതിയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് പൂർണ്ണഘട്ടത്തിലെത്തുന്നത് വരെ ഇപ്പോൾ ഇത് മദർഷിപ്പ് എത്തിയിട്ടുള്ളൂ. ഇനി ഇതിന്റെ പദ്ധതികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തുറമുഖമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ അഭിമാനം നിറയുന്നൊരു സമയം കൂടെ, വളരെ അഭിമാനമുള്ള കാര്യമാണ്. നേരത്തെ അത് ഗവൺമെന്റുകൾ മാറി മാറി വന്നെങ്കിലും ഇപ്പോഴത്തെ പിണറായി സർക്കാരിനാണ് ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. എന്നാലും അത് ഗവൺമെന്റിന്റെ കാര്യമല്ല, ജനങ്ങൾക്ക് അത് കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കും. നമുക്ക് തൊഴിലവസരങ്ങൾ ധാരാളമായി വരും. ഇതിന്റെ ഒരു ബിസിനസ് സാധ്യത, രാജ്യത്ത് തന്നെ വരുമാനം വലിയ തോതിൽ വർദ്ധിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ, അങ്ങനെയുള്ള കണക്കുകളൊക്കെയുമാണ് പുറത്തുവരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് അത് ഉപകാരമുണ്ടാവുള്ളൂ. ഒരുപാട് പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് ആ കാര്യത്തിലുണ്ട്. തീർച്ചയായും ഈ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ലഭിക്കുമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ഈ വികസനം വരുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യരെ മറന്നുകൂടാ എന്ന് പറയും. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടേതായ കുറെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി പരിഹരിക്കേണ്ട സാഹചര്യമില്ല. തീർച്ചയായും അങ്ങനെ സാഹചര്യമുണ്ട്. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ് ഏറ്റവും വളരെ നല്ലത്. അതിന് ഈ സർക്കാരിനും തുടർന്ന് പ്രവർത്തിക്കുന്നവർക്കും സാധിക്കട്ടെ എന്ന് അനുമാനിക്കുന്നു. നമുക്ക് വികസനം വേണം, ആരുടെയും കണ്ണീര് വീഴാനും പാടില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത്. തീർച്ചയായും എല്ലാവർക്കും വികസനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു നിമിഷമാണിത്. അത് പൂർത്തിയാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിക്കട്ടെ. കപ്പൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ്. അതിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഞാൻ ഈ സമീപവാസിയാണ്. പൂന്തറയാണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ തലമുറ വരുമ്പോൾ അവർക്കൊക്കെ ധാരാളം തൊഴിലവസരം, ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഡിമാൻഡ് തന്നെ വല്ലാതെ മറിയും. സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആളുകളെല്ലാവരും വലിയ സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ആ നിലയ്ക്ക് ഒരു അഭിമാനത്തിന്റെ മുഹൂർത്തമായി മാറുന്നു. കപ്പലെടുക്കുന്നത് കാണാൻ നിരവധി ആളുകൾ വിഴിഞ്ഞത്തേക്ക് വരുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണുള്ളത്. അശ്വതി, ശരി, അതാണിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിഴിഞ്ഞത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ന്യൂസ് 8 എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പൽ ഇപ്പോൾ ആ കൂറ്റൻ ക്രെയിനിനടുത്തേക്ക് നീങ്ങുകയാണ്. കണ്ടെയ്നറുകൾ
ഉടൻ തന്നെ നീക്കി തുടങ്ങും. ഇന്ന് തന്നെ കണ്ടെയ്നറുകൾ പൂർണ്ണമായും നീക്കുമെന്നാണ് വി വി വിനോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കണ്ടെയ്നറുകൾ നീക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. മറ്റു വാർത്തകൾ കൂടി നോക്കണം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. ഐബിക്ക് കൊടുക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു സെക്രട്ടറി അന്വേഷിക്കുന്ന സമയത്ത് ഐബിയിലെ ഉദ്യോഗസ്ഥർ പറയേണ്ട സാഹചര്യം പോലും ഇല്ല. പക്ഷെ അവർക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്, അവർക്കും കൈമാറിയെന്നാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും ഫാക്ട്സ് ആണ്. ഈ ഫാക്ട്സിന് എന്നിടത്തിരുന്ന് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് വേണ്ട. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ കണ്ടുപിടിക്കാം. ഞാൻ വേണ്ട, എനിക്ക് എൻ്റെ സപ്പോർട്ടേ വേണ്ട. പക്ഷെ ഇതല്ലാതെ ഫാക്ട്സ് അല്ലാതെ യൂഹങ്ങളും ബാക്കിയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ ആരും ഇതുവരെ ഒരു ചോദ്യം ചോദിച്ചില്ല. അതാണ് ഐ എം വറീഡ് അബൌട്ട് ഇറ്റ്. തുടങ്ങിയ 94-ലാണ്, 30 വർഷം കറക്റ്റായിട്ട്. Chennai. നീറ്റ് UG പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജികളിൽ ഉത്തരവ് ഇന്നുണ്ടായേക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികളിൽ തുടർവാദം കേൾക്കും. വ്യാപക ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരും NTA-യും ഇന്നലെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. രാകേഷ്, ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹർജിക്കാരുടെ ആവശ്യം എന്തൊക്കെയാണ്? അശ്വതി, നീറ്റ് UG പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇന്ന് ഏതായാലും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുകയാണ്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജികൾ പരിഗണനയ്ക്ക് വരിക. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയ കാര്യം ചോദ്യപേപ്പർ ചോർന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ കോടതിക്ക് അറിയേണ്ടിയിരുന്നത് ആ ചോർച്ചയുടെ വ്യാപ്തി എത്രമാത്രം ആണ് എന്നുള്ളതാണ്. ഏതായാലും കോടതി ഒരു വിശദമായ റിപ്പോർട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിഞ്ഞ തവണ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും NTA-യും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വ്യാപകമായി രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മദ്രാസ് IIT-യുടെ വിശകലനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, പുനഃപരീക്ഷ വേണ്ട എന്ന നിലപാടും കേന്ദ്ര സർക്കാർ ഏതായാലും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. NTA ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ടെലഗ്രാമിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ വീഡിയോ വ്യാജമാണ് എന്നടക്കമുള്ള കാര്യമാണ് NTA-യുടെ സത്യവാങ്മൂലത്തിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരും NTA-യും ഈ ഘട്ടത്തിൽ എത്തുകയാണ്. ഏതായാലും ഹർജി പരിഗണിക്കുമ്പോൾ ഇനി കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ തന്നെ കോടതി വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം പുനഃപരീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനൊപ്പം തന്നെ CBI-യുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിൽ അന്വേഷണം നടത്തിയ CBI സംഘം ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ക്രമക്കേട് നടന്നിട്ടില്ല, പ്രാദേശിക തലത്തിൽ മാത്രമാണെന്ന നിഗമനത്തിലേക്ക് CBI-യും ഈ ഘട്ടത്തിൽ എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അക്കാര്യം കൂടി കേന്ദ്ര സർക്കാർ ഇന്ന് കേസ് വാദം വരുമ്പോൾ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ കോടതി ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും നിർണായകമാവുക. അശ്വതി. ശരി രാകേഷ്. വിദേശ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സാധിച്ചത് നയതന്ത്ര വിജയമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. റഷ്യയ്ക്ക് പുറമെ ഓസ്ട്രിയയും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. 40 വർഷത്തിന് ശേഷമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിച്ചത്. യുദ്ധങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. ജൂലൈ 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് എൻ്റെ റൂംമേറ്റ്സ് 2 പേര് സ്റ്റോറി ഇട്ട 2 ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇയാൾ FB-യിലെ വിദ്യായങ്കർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലൂടെ ഇൻസെസ്റ്റ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 80+ കണ്ടന്റുള്ള അഡൾട്ട് പേജിലേക്ക് ഷെയർ ചെയ്ത് അങ്ങനെ അത് പിറ്റേ ദിവസം ഈ കോളേജിൽ തന്നെ വേറൊരു കുട്ടി, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ട് അവൻ വഴിയാണ് ഞാനിങ്ങനെ FB-യിൽ ഇങ്ങനെ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ കൂടുതലായിട്ട് എൻ്റെ റൂംമേറ്റ്സിൻ്റെ തന്നെ സ്റ്റോറിയാണ് ഫോട്ടോ എടുത്തെന്ന് മനസ്സിലായപ്പം
അത് രണ്ടും വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കി കൂടുതലായിട്ട് അത് അന്വേഷിച്ചപ്പോഴാണ് ഈ ആളാണെന്ന് മനസ്സിലായത്. അങ്ങനെ ആണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഇപ്പോൾ ആ പരാതിക്കാരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം. രോഹിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, പരാതിക്കാരി പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പരാതി കാലടി പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസ് രോഹിത്തിനെ ആദ്യം വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു നടപടിയായിരുന്നു കണ്ടത്. കാരണം ഇയാളൊരു SFI പ്രവർത്തകനാണ്, കാലടി സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ സമയത്ത് വലിയ രീതിയിൽ SFIക്ക് വേണ്ടി പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു SFI വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് രോഹിത്തിന് ഈ ഒരു ആനുകൂല്യം നൽകിയതെന്ന് വലിയ രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. പ്രതിപക്ഷ സംഘടനകളും ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം സഭയിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രോഹിത്തിനെ ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വകുപ്പുകൾ, ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തുക എന്നത് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. തന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവരുടെ ഫോട്ടോ ഇത്തരത്തിൽ ഫേസ്ബുക്കിലെ അശ്ലീല ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ഇതിലൊരു അശ്ലീല അടിക്കുറിപ്പോടെയാണ് രോഹിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പലപ്പോഴും വ്യാജ അക്കൗണ്ടുകൾ വഴിയൊക്കെയാണ് ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ പരാതി, അതായത് ഇന്നലെ രോഹിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിൽ ലഭിച്ച പരാതി, ഈ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരിയുടെ ഫോട്ടോ സമാനമായ രീതിയിൽ അശ്ലീല സൈറ്റിൽ കാണപ്പെടുകയും ഇത് രോഹിത്താണ് അപ്ലോഡ് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് കാലടി പോലീസിന് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. വലിയ പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏകദേശം 20ഓളം പെൺകുട്ടികളുടെ ഫോട്ടോ ഈ രീതിയിൽ രോഹിത് ദുരുപയോഗം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു മാനസികാവസ്ഥയെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാരമാണോ അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമാണോ രോഹിത്തിന് ഉള്ളതെന്നുള്ളൊരു സംശയമാണ് നമുക്കിപ്പോൾ ഉള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രോഹിത്തിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും 20ഓളം പെൺകുട്ടികളുടെ ഫോട്ടോ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്യും. എന്തായാലും കൂടുതൽ വകുപ്പുകൾ, ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിന് പിന്തുണയുമായി ഇടത് അധ്യാപക സംഘടന. സംഭവത്തിൽ ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അധ്യാപക സംഘടനയുടെ നിലപാട്. എന്നാൽ വിദ്യാർത്ഥിനിയുടെ പരാതിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. കൊച്ചി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗവുമായ PK ബേബിക്കെതിരെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാർച്ചിൽ നടന്ന കുസാറ്റ് കലോത്സവത്തിനിടെ PK ബേബി തന്നെ കയറി പിടിച്ചുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ബേബിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നുമാണ് അധ്യാപക സംഘടന ഇപ്പോൾ പറയുന്നത്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ രേഖാമൂലം പോലീസിൽ പരാതി നൽകി. എന്നാൽ ബേബിക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടികളിലേക്ക് നീങ്ങണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ് പറഞ്ഞു. PK ബേബിക്കെതിരെ നിരവധിയായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കൊച്ചി സർവകലാശാലയിലെ നോൺ ടീച്ചിങ് വിഭാഗത്തിൽപ്പെടുന്ന PK ബേബി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക കൈക്കലാക്കിയതിനെതിരെ AIYF അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ നിരവധിയായ പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കള്ളനാണയങ്ങളെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് AIYFന്റെ നിലപാട്. വിദ്യാർത്ഥിനി നൽകിയിട്ടുള്ള പരാതിന്മേൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് AIYF ആവശ്യപ്പെടുന്നത്. അനധ്യാപക തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ബേബിയെ അസിസ്റ്റന്റ് പ്രൊഫസറിന് തുല്യമായ അധ്യാപക തസ്തികയിലേക്ക് നിയമിച്ചത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 2 പേർക്ക് കൂടി കോളറ. നെയ്യാറ്റിൻകര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളായ 2 പേർക്കാണ് രോഗബാധ. നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇരുവരും. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 10 വയസ്സുകാരന് കഴിഞ്ഞ ദിവസം കോളറ സ്ഥിരീകരിച്ചിരുന്നു. നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിവരികയാണെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. കോഴിക്കോടിന് പിന്നാലെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ തൃശൂരിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, തൃശൂരും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നതാണ്. അതേസമയം കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് ആശ്വാസവും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് തൃശൂർ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരന് മസ്തിഷ്ക ജ്വരം ബാധ സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ചു. ICUവിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഡോക്ടർമാർ അറിയിക്കുന്നത് ഈ കുട്ടി സുഖം പ്രാപിച്ചിട്ടുണ്ട്. ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വകഭേദം, അത്ര ഭയപ്പെടേണ്ട ഒരു വകഭേദമാണ് ഈ മകനെ പിടിപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാം, കോഴിക്കോടാണ് ആദ്യമായി ഈ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 3 മരണങ്ങളായിരുന്നു സ്ഥിരീകരിച്ചത്. ഈ 3 കുട്ടികളാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം. ആദ്യം ഫറൂഖ് സ്വദേശിയായ 13 വയസ്സുകാരൻ മൃദുൽ ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ഈ 13 വയസ്സുകാരന്റെ മരണം വീടിനടുത്തുള്ള കുളത്തിൽ കുളിച്ചത് നിന്നാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് പിന്നീട് ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ജൂൺ മാസം അവസാനമായിരുന്നു കണ്ണൂർ സ്വദേശിയായ 13-കാരി ദക്ഷിണ രോഗം ബാധിച്ചു മരിച്ചത്. ഇത് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് മൂന്നാറിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതിൽ നിന്നുമാണ് ഈ രോഗം പിടിപെട്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. മറ്റൊരാൾ മലപ്പുറം മുന്നിയൂർ സ്വദേശി 5 വയസ്സുകാരി മെയ് മാസത്തിൽ മരിച്ചിരുന്നു. ഇതും കുളത്തിൽ നിന്ന് കുളിച്ചപ്പോഴുണ്ടായ അങ്ങനെയാണ് രോഗബാധ ഉണ്ടായതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തൃശൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ശരി നവമി, കോഴിക്കോട്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, തികച്ചും പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും നൽകാൻ കഴിയുന്നത്. കാരണം ഏതാണ്ട് വലിയ തീവ്ര പരിചരണ വിഭാഗത്തിൽ അങ്ങേയറ്റം അപകടകരമായ നിലയിലായിരുന്നു ഈ കുട്ടി, തിക്കൊടി സ്വദേശിയായ കുട്ടി ഉണ്ടായിരുന്നത്. എന്നാൽ അത്ഭുതകരമായ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദിവസങ്ങളോളം വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ആ കുട്ടി ശ്വസനം നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ ICU തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും കുട്ടിയെ മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയാൽ ഈ രോഗബാധിതരുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിയും എന്നതാണ് ഈ തിക്കൊടി സ്വദേശിയായ കുട്ടിയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നേരത്തെ ഫാറൂഖ് സ്വദേശിയായ മൃദുൽ എന്ന കുട്ടി ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും ഈ പനിയും മറ്റ് രോഗലക്ഷണങ്ങളൊക്കെ അടക്കം ഈ രോഗം അങ്ങേയറ്റം വഷളായ ശേഷം മാത്രമാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ചികിത്സയോട് ഒരു തരത്തിലും പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് ആ ശരീരം എത്തുകയും ചെയ്തു. അതാണ് ആ കുട്ടിയുടെയും ആദ്യമുള്ള 2 കുട്ടികളുടെയും ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്നത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകുന്ന വിവരങ്ങൾ തന്നെയാണ്. യഥാസമയം ഇത് തിരിച്ചറിഞ്ഞാൽ, ഇതിൻ്റെ ലക്ഷണങ്ങളോട് പടപൊരുതിയാൽ, ഇതിന് കൃത്യമായി മരുന്നുകൾ നൽകിയാൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു അങ്ങേയറ്റം സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്തായാലും 3 കുട്ടികളുടെ ജീവൻ എടുത്ത ശേഷമാണ് ഇപ്പോൾ ഏതാണ്ടൊരു നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുന്നത്. അശ്വതി, ശരി. അനീഷ്, ഒന്ന് തുടരണം. PSC കോഴ ആരോപണത്തിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളി പാർട്ടിക്ക് ഉടൻ വിശദീകരണം നൽകിയേക്കും. പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പ്രമോദിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകും. മറ്റന്നാൾ ചേരുന്ന ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. അനീഷ്, ഈ വിഷയത്തിൽ നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് വേണമോ ഈ സമയത്ത് നമ്മൾ കരുതാൻ? എന്തായാലും പ്രമോദിനോട് ചോദിച്ചതിന് വിശദീകരണം പ്രമോദ് ഉടൻ നൽകുമെന്നറിയുന്നു.
തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടാവുകയും പ്രമോദിനോട് ഇക്കാര്യത്തിൽ ഈ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത നിൽക്കുന്ന സാഹചര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് ഒപ്പം വളരെ വിശദമായ ചർച്ച ഈ പ്രമോദിന്റെ മറുപടി ലഭിച്ച ശേഷം ചെയ്യാമെന്ന ഒരു ധാരണയാണ് ഉണ്ടായത്. അതായത് 13-ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ പ്രമോദിന്റെ വിശദീകരണം ലഭിച്ച ശേഷം ഇതുകൂടി ചേർത്തുള്ള ഒരു ചർച്ചയാവും ആ യോഗത്തിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ ഈ പ്രമോദ് തന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഇട്ടിട്ടുമുണ്ട്. അത് താൻ അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരു ബാല്യത്തിലൂടെയും കൗമാരത്തിലൂടെയും യൗവനത്തിലൂടെയും ഒക്കെയാണ് കടന്നുപോയത്. അന്നും ഇക്കാലത്തുമെല്ലാം പാർട്ടി മാത്രമായിരുന്നു തൻ്റെ ജീവിതം. വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഒക്കെയായി ഒരു തരത്തിലുമുള്ള ധനസമാഹരണം താൻ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കൂടി തൻ്റെ വീട് ജപ്തി നടപടിയിലേക്ക് നീങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനമാണ് തൻ്റെ വീട് ജപ്തി ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ആ സമയത്തും താൻ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധമുള്ളയാളാണ്, വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നും അദ്ദേഹം പറയുന്നു. ആഡംബര ജീവിതമല്ല താൻ നയിക്കുന്നത്, തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവ പിന്നീട് പറയാമെന്ന വിശദീകരണത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് നൽകുന്ന വിശദീകരണത്തിൽ നേരത്തെ നമ്മോടൊക്കെ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ഈ ആരോപണവുമായി യാതൊരു ബന്ധവുമില്ല, താൻ ഒരാളിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല, തനിക്കെതിരെ പരാതിയുമായി ഒരാൾ പോലും വരില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെ ആവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ പാർട്ടി സ്വന്തം നിലയിലെ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി അനീഷ്, മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അതായത് ഇപ്പോൾ ഞാൻ അതിനകത്ത് കമൻറ്റ് പറയില്ല, അതിൻ്റെ കാരണം പറഞ്ഞുതരാം. നിങ്ങൾ സത്യപ്രമാണം എന്നിടത്ത് ചെയ്യാണ്, ഞാൻ ആ ചാർജ് ഷീറ്റ് കണ്ടു, അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നു എന്ന് സത്യപ്രമാണം നിങ്ങൾ ചെയ്താൽ അതിനെ പുറത്ത് ഞാൻ പറയുന്നുണ്ടോ? കണ്ടിട്ടില്ല. കാണാത്ത ഒരു സാഹചര്യത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും എന്തിനാണ് കണ്ടു പറയുന്നത്? കാണാം, വെയിറ്റ് ചെയ്ത് ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്താൽ മതി, അത് പുറത്ത് വരും. നാളെ മിക്കവാറും പത്രത്തിൽ കാണും എല്ലാം. നിങ്ങളുടെ ചീഫ് ആരെങ്കിലും അതിനകത്ത് വാങ്ങിച്ച് കാണും, മറ്റേ ചാർജ് ഷീറ്റ് വാങ്ങിച്ച് കാണും, ഷുവറായിട്ട് വാങ്ങിച്ച് കാണും. വാങ്ങിക്കാൻ അത് അവിടെ ഒരു ഇറ്റ്സ് നോട്ട് എ സീക്രട്ട്, ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. ഇനിയൊരു അപകട വാർത്തയിലേക്കാണ്. എറണാകുളം വെണ്ണല ചക്കരപ്പറമ്പിൽ നിയന്ത്രണം വിട്ട തടി ലോറി മറിഞ്ഞു. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വൈറ്റില ഇടപ്പള്ളി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തി. നവമി ദിനേശ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, എപ്പോഴായിരുന്നു അപകടം, എന്താണ് വിശദാംശം? അശ്വതി 9 മണിയോടുകൂടിയായിരുന്നു ഇടപ്പള്ളി ഭാഗത്തു നിന്നും തടിയുമായി വന്ന ലോറി മറിയുന്ന സാഹചര്യം ലോറി മറിയുന്ന സാഹചര്യമുണ്ടായത്. അമിത വേഗതയിൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത് എന്നുള്ളത് നിഗമനത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ലോറി റോഡിലേക്ക് മറിയുന്ന സാഹചര്യം മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്തായാലും JCB ഉപയോഗിച്ച് ഈ ലോറികളെല്ലാം റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വലിയ അപകടമായിരുന്നുവെങ്കിലും നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസം. എന്തായാലും വൈറ്റില ഇടപ്പള്ളി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നവമി, ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം പൂർവ്വസ്ഥിതിയിലായോ? അശ്വതി, സംഭവം നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ഓഫീസ് ടൈമിലാണ്, പ്രത്യേകിച്ച് ഇടപ്പള്ളി വൈറ്റില ഭാഗത്തൂടെയൊക്കെ നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്ന സമയം കൂടിയാണ്. ഈ സമയത്ത് ഗതാഗതം വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർവീസ് റോഡ് വഴിയായിരുന്നു വലിയ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിട്ടിരുന്നത്. ആ സമയത്ത് വലിയൊരു ഗതാഗത തടസ്സം ഇടപ്പള്ളി ഭാഗത്ത് ഉണ്ടായിരുന്നു. JCB ഉപയോഗിച്ച് ഈ തടി ലോറി ആദ്യം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുകയും പിന്നീട് ഈ തടി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആ സമയത്ത് വലിയൊരു ആളുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു തിരക്കുണ്ടാകാഞ്ഞത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തടികൾ ഈ മറ്റ് ബൈക്ക് യാത്രക്കാരും അല്ലെങ്കിൽ കാറിൽ പോകുന്ന യാത്രക്കാരുടെയൊക്കെ മുകളിലേക്ക് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
മലപ്പുറം അരീക്കോട് വാലില്ലാപ്പുഴയിൽ കരിങ്കൽ ക്വാറിയിലെ വെള്ളക്കെട്ടിൽ വീണ 2 കുട്ടികളും മരിച്ചു. കിഴിശ്ശേരി പാലപ്പറമ്പിൽ ആര്യ, അഭിനന്ദ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, അതിദാരുണമായ സംഭവം. എങ്ങനെയാണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്? ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ കുട്ടികൾ ക്വാറിയിൽ കുളിക്കാൻ ചെന്നിരുന്നത്. ഇവർക്കൊപ്പം മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഈ ക്വാറിയിലെ ആഴം മനസ്സിലാക്കാതെയാണ് ഇവർ ഇറങ്ങിയത് എന്നാണ് അറിയുന്നത്. തുടർന്ന് വെള്ളത്തിൽ താഴ്ന്നുപോയ 2 പേരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഇവർ ചികിത്സയിലുണ്ടായിരുന്നത്. ഇതിൽ അഭിനന്ദ എന്ന കുട്ടി, 12 വയസ്സുള്ള കുട്ടി ഇന്നലെയും ആര്യ എന്ന 15 വയസ്സുകാരി ഇന്നുമാണ് മരിച്ചത്. രണ്ടുപേരും അയൽവാസികളാണ്. അഭിനന്ദ കീഴ്പറമ്പ് GVHSലെ 7ാം ക്ലാസ്സിലും ആര്യ +1ലുമാണ് പഠിക്കുന്നത്. എന്നാണെങ്കിലും നാടിനെ നടുക്കിയ ഒരു ദുരന്തമായി ഈ ഒരു അപകടം മാറി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജീവൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. പക്ഷെ ഇന്നലെയോടെ അഭിനന്ദയും ഇന്ന് രാവിലെയോടെ ആര്യയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ശരി അനുമോദ്. തിരുവനന്തപുരത്തെ ചെമ്പഴന്തി ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിലെ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. തട്ടിപ്പിനിരയായവർക്ക് നഷ്ടമായ തുക നൽകാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനാണെന്നും V. മുരളീധരൻ പറഞ്ഞു. ചില കോൺഗ്രസുകാർ അവരുടെ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടിയും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുമാണ് പാവങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യാന്തര കോൺക്ലേവിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. 2 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് അറിയിച്ചു. KSIDCയും IBMുമായി ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പ്രഭാഷണങ്ങൾ, പാനൽ ചർച്ചകൾ, സംവേദനാത്മക സെഷനുകൾ എന്നിവയാണ് പ്രധാന അജണ്ട. ഡെവലപ്പർമാർ, വ്യവസായ പ്രമുഖർ, സർവകലാശാലകൾ, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ, അനലിസ്റ്റുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, IBMന്റെ പങ്കാളികൾ തുടങ്ങിയവർ കോൺക്ലേവിന്റെ ഭാഗമാകും. കായിക വാർത്തകൾ നോക്കാം. കോപ്പ അമേരിക്ക കലാശപ്പോരിൽ അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയ. സെമി ഫൈനലിൽ ഉറുഗ്വേയെ എതിരില്ലാത്ത